സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ടയെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 6 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്താണ് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, സംസ്ഥാനത്താകെ ഇത്തരത്തിൽ 6-ാം തീയതി വരെ അവധി പ്രഖ്യാപിച്ചിരുന്നതാണല്ലോ. പത്തനംതിട്ടയിൽ ഇപ്പോൾ പ്രത്യേക ഉത്തരവെന്താണ്? വിനീത, പത്തനംതിട്ടയിൽ കനത്ത ചൂടാണ് ഇപ്പോൾ തുടരുന്നത്. 3:40 വന്ന റിപ്പോർട്ട് പ്രകാരം 37 ഡിഗ്രി സെൽഷ്യസ് ആണ് പത്തനംതിട്ട ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇനിയും കൂടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മാസം 6-ാം തീയതി വരെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം അവധി നൽകിയിരിക്കുന്നത്. പക്ഷേ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഉഷ്ണതരംഗ സാധ്യത കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, കുടിവെള്ളക്ഷാമവും ഒപ്പം തന്നെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ കനത്ത ചൂടുമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മിക്കവാറും നദികളെല്ലാം തന്നെ വറ്റി വരണ്ട് കഴിഞ്ഞു. പമ്പാ നദിയും ഒപ്പം തന്നെ അച്ചൻകോവിലാർ, മണിമലയാർ തുടങ്ങിയ പ്രധാനപ്പെട്ട നദികളിലെല്ലാം തന്നെ പലയിടങ്ങളിലും വറ്റി വരണ്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് കുടിവെള്ള വിതരണം സാധ്യമാക്കുന്നത് ഇത്തരത്തിലുള്ള നദികളിൽ പ്രത്യേക മോട്ടോർ സ്ഥാപിച്ച് വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ് പലയിടങ്ങളിലേക്കും കുടിവെള്ള വിതരണം നടത്തുന്നത്. ഈ കനത്ത ചൂട് കാരണം ഇപ്പോൾ പലയിടങ്ങളിലും ഈ മോട്ടോറുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വെള്ളമില്ലാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ കുടിവെള്ള വിതരണവും അവതാളത്തിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ കൂട്ടത്തിൽ ഈ കൊടും ചൂടും ഒരു പ്രശ്നം തന്നെയാണ്. ചൂട് തന്നെയാണ്. പശ്ചാത്തലത്തിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്.